മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഇന്നലഹു അസ്ഹാബൻ, ഇവന്റെ പിറകിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്. ഇവന്റെ ചില ആളുകൾ ഇനി പിന്നീട് വരും. യഖ്റഅഹദുകും സ്വലാതഹു മഅ സ്വലാതിഹിം സിയാമഹു മഅ സിയാമിഹിം. അവരുടെ നിസ്കാരം കണ്ടാൽ മറ്റുള്ളവരുടെ നമസ്കാരം നിസ്സാരമാണെന്ന് തോന്നും. അവരെ നോമ്പ് കണ്ടാൽ വേറുള്ളവരുടെ നോമ്പ് ചെറുതാണ്, നിസ്സാരമാണെന്ന് തോന്നും. പക്ഷേ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർമിയ. അമ്മ വില്ലിൽ നിന്ന് തെറിച്ചു പോകും പോലെ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് ഹബീബായ നബി. ഹബീബായ റസൂലുള്ളാഹി ഈ പറഞ്ഞത് ദുൽഖുവൈസിറത്തിനെ കുറിച്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദേഷ്യപ്പെടുത്തിയത് ദുൽഖുവൈസിറത്ത ബനൂ തമീം ഗോത്രക്കാരാണ്. ദുൽഖുവൈസിറ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ 16ാമത്തെ വല്യുപ്പയാണ്. ചിന്തിക്കണം. ഇതാണ് വഹാബിത്വം വലിച്ചെറിയുക എന്ന് പറയാൻ അടിസ്ഥാനപരമായ കാരണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ അബ്ദുൽ വഹാബിന്റെ വാപ്പ സുലൈമാന്റെ വാപ്പ അലിയുടെ വാപ്പ മുഹമ്മദിന്റെ വാപ്പ അഹമ്മദിന്റെ വാപ്പ റാഷിദിന്റെ വാപ്പ ബരീദിന്റെ വാപ്പ മുഷറഫിന്റെ വാപ്പ ഉമറിന്റെ വാപ്പ മിഅ്ലാദിന്റെ വാപ്പ ഈസിന്റെ വാപ്പ ജാഹിറിന്റെ വാപ്പ മുഹമ്മദിന്റെ വാപ്പ അലിയുടെ വാപ്പ വഹീബിന്റെ വാപ്പ ദുൽഖുവൈസിറ. ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹ് നീതി ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാവുന്നു. ഹബീബിന്റെ നീതിയിൽ സംശയിച്ചിട്ടുള്ള ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാളാണ് വഹാബിത്വത്തിന്റെ സ്ഥാപിതം. അയാളാണ് വഹാബിത്വം സ്ഥാപിച്ചിട്ടുള്ളത് ഹിജ്റ 1111. ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഇതാണ് വഹാബിസം. പിന്നാലെ ഇങ്ങനെ മാറിയും സലഫിസം എന്ന് പറയും. സത്യത്തിൽ വഹാബിസം സലഫിസം അങ്ങനെ KNM എന്ന് പറയും, മടവൂർ ഗ്രൂപ്പ് എന്ന് പറയും, മറ്റേ ഗ്രൂപ്പ് എന്ന് പറയും. അങ്ങനെ സാധനം ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. يكون في آخر الزمان دجالون كذابون. ദജ്ജാലികൾ കذാബീങ്ങൾ അന്ത്യനാളിൽ വരുന്ന ഹബീബായ നബി. എന്താണ് അവർ ചെയ്യുക? പുതിയ വൃത്താന്തങ്ങൾ അവർ കൊണ്ടുവരും. വിമാനം നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാർ എന്നു തന്നെയാണ് പറഞ്ഞത്. ഇവിടെ പിതൃത്വത്തിനും പാരമ്പര്യത്തിനും വിലയില്ല എന്ന് പറയണ്ട. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത വാദഗതിയും കൊണ്ടുവരും. ഈ ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم. നിങ്ങളോ നിങ്ങളുടെ പൂർവ്വസൂരികളോ കണ്ട് പഠിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വാചകടികളും കൊണ്ട് വഹാബികളെ പോലെയുള്ള ദജ്ജാലികൾ വരുമേ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഖാല റസൂലുള്ളാഹി. നിങ്ങളോ നിങ്ങളുടെ ബാപ്പമാരോ അൻതും വലാ അബൗക്കും അബാ എന്ന് മുസ്തഫായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും നമ്മളെ പൂർവ്വപിതാക്കളും അങ്ങനെ പറഞ്ഞു. പൂർവ്വപിതാക്കൾക്ക് പരിചയമില്ലാത്ത നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേട്ടിട്ടില്ലാത്ത വാദഗതികൾ. എന്നാ വാദഗതികൾ? ആബായുടെ വാക്കിനെ ഇവിടെ നടപ്പിൽ വരുത്തിയവരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു, വ്യക്തമാക്കിയിരിക്കുന്നു. അൻതും വലാ ആബാഉക്കും. ഇല്ല, ബാപ്പമാർക്കൊന്നും ഒരു വിലയുമില്ല, പാരമ്പര്യത്തിനൊന്നും ഒരു വിലയുമില്ല.
നഹ്നു റിജാൽ വഹും റിജാൽ, ഇത് തന്നെയാണ് ദജ്ജാൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതന്നെയാണ് ദജ്ജാൽ. അന്താക്കയിൽ നിന്നാണ് വലിയ ദജ്ജാൽ വരിക. വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പ് കുട്ടി ദജ്ജാലുകൾ വരും. എന്തുകൊണ്ട്? എന്താണ് അന്താക്കയിൽ നിന്ന് ദജ്ജാൽ വന്നത്? അന്താക്കയിൽ മഹാന്മാരായ രണ്ടാളുകൾ വന്നു. സയ്യിദ്നാ മൂസ, സയ്യിദ്നാ ഖളർ. അന്താക്കിയക്കാർ അവരെ ബഹുമാനിച്ചതേയില്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആലിമീങ്ങൾ നബിമാരും ആലിമീങ്ങളുമായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ്നാ മൂസ, സയ്യിദ്നാ ഖളർ. ഖളർ വലിയ സൂഫിയുമാണ്. സൂഫി എന്ന സാധനമില്ല എന്ന് പറയുന്നവരാണ് ഇന്നത്തെ വഹാബി. അത് തന്നെ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ലദുന്യായ ഇൽമുള്ള മഹാൻ സയ്യിദ്നാ ഖളർ. ആ മഹത്വത്തെ അന്താക്കിയക്കാർ ബഹുമാനിച്ചില്ല. ലദുന്യായ ഇൽമി എന്നൊരു ഇൽമില്ല എന്ന് ഇപ്പോൾ വഹാബികൾ വന്നു ചോദിക്കും. ഫലം രണ്ടോ ഒന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഔലിയാക്കളോ ഔലിയാക്കൾക്ക് ലദുന്യായ ഒരു ഇൽമോ ഇല്ല. വഹാബികൾ ഇന്ന് വധിച്ചുകൊണ്ടിരിക്കുന്നു. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ലദുന്യായ വിജ്ഞാനമുള്ള ഒരാൾ സയ്യിദ്നാ ഖളർ. പറക്കപ്പറ അബുൽ അബ്ബാസ് ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിക്കണം. അവരാട്ടിയോടിച്ചു. അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനായ ആരായ നബിയാണെന്ന് ഉറപ്പുള്ള ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ. നബിയല്ലെന്നും അതിന്റെ ഒരു സൂഫി മാത്രമാണെന്നും പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഖളർ വലിയ മഹാനാണ്, സൂഫിയാണ്. നബിയാണോ അല്ലേ തർക്കമുണ്ട്. എന്നാൽ സൂഫിയാണ്. നബിയാണെങ്കിൽ തന്നെ അസ്റാറിന്റെ നബിയാവുന്നു, മുപ്പിന്റെ നബിയാവുന്നു. രഹസ്യങ്ങളുടെ നബി. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ പിരിയുകയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഈ മഹാനായ സൂഫിയായ അസ്റാറിന്റെ ശൈഖായ മഹാനായ മുറബ്ബിയായ ബഹുമാനപ്പെട്ടവർ മൂസ നബിയോട് പറയുന്നത് ലൗ സബർത മഈ ലഫതഹത ഇൻദക അൽഫ അൽഫി സിർരിൻ കുല്ലു സിർരിൻ അജബു മിന സിർരിൽ ആഖരി. നിങ്ങൾ കുറച്ചു നേരം എന്റെ അടുത്ത് ക്ഷണിച്ചു കൂടിയിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് രഹസ്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു തരുമായിരുന്നു എന്ന് പറഞ്ഞു സയ്യിദ്നാ ഖളർ. സൂഫിയ, വലിയ സൂഫിയ. ആ സൂഫികളെ തന്നെ നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഉലുൽ അസ്മിൽ മൂന്നാമത്തെ പ്രധാനിയായ മൂസ നബിയെയും അസ്റാറിന്റെ ശൈഖായ മഹാനായ ഖളറിനെയും അലൈഹിസ്സലാം അവർ അടിയോടിച്ചു. ഖളർ എന്ന് പറയാൻ തന്നെ കാരണം ഖളർ കറാമത്തുള്ളായതുകൊണ്ട്. ഖളറിന്റെ പേര് ഖളർ എന്നല്ല. ഖളർ എന്ന വാക്കിനെ പോലും വഹാബികൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. ഖളർ എന്ന വാക്കിനെ പോലും വഹാബികൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? ഖളറിന്റെ പേര് ഖളർ എന്നല്ല. ഖളറിന്റെ പേര് വലിയ. പിന്നീട് ഖളർ എന്നായത് അദ്ദേഹം ഒരു നാട്ടിൽ വന്നാൽ അദ്ദേഹം ഇറങ്ങിയ പരിസരം മുഴുവൻ ഉണങ്ങിയതും പച്ചയാവും. പച്ചപ്പ് മതി. എല്ലായിടത്തും പച്ചപ്പ്, എല്ലായിടത്തും സമൃദ്ധി ഉണ്ടാവും. എല്ലായിടത്തും ഉണങ്ങിയത് വരെ പച്ചവയ്ക്കും. അതുകൊണ്ടാണ് വലിയക്ക് പിന്നീട് ഖളർ അബുൽ അബ്ബാസ് ഖളർ അബുൽ അബ്ബാസ് ഖളർ എന്ന പേര് പറഞ്ഞത്. വളരെ ചിന്തിക്കണം. ഈ രണ്ട് മഹാന്മാരെയും ആട്ടിയോടിച്ചു. ആരന്താക്കിയക്കാർ. അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി പുറത്തു വരുന്നത്. ആ വലിയ ദജ്ജാൽ വരുന്നതിനുണ്ട് ചെറിയ ദജ്ജാലികൾ വന്നു. അവന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ചെറിയ കൊച്ചു ദജ്ജാലികൾ വന്നു.